ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കുന്ന് പ്രദേശത്തെ യുവ കർഷകനായ ശ്രീ KD അജയകുമാർ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ്. ശാന്തമ്പാറ പഞ്ചായത്തിലെ പള്ളിക്കുന്ന് ഭാഗത്ത് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു യുവ കർഷകനായ അജയകുമാർ KD കണിശ്ശേരിയിലാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ചേട്ടൻ ഈ കൃഷി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി? 30 വർഷത്തിലധികമായി. വിദ്യാഭ്യാസം, പഠനം ഒക്കെ എവിടെയായിരുന്നു? വിദ്യാഭ്യാസം പഠനമൊക്കെ നമ്മുടെ ഇവിടെ അടുത്ത സ്കൂളിൽ തന്നെയായിരുന്നു. അധികം വിദ്യാഭ്യാസത്തിന് സാധിച്ചിട്ടില്ല. 8 ക്ലാസ് വരെ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിനുശേഷം കൃഷിയിലേക്കൊക്കെ ഇറങ്ങുകയാണ് ചെയ്തത്. എന്താണ് അങ്ങനെ ഉണ്ടാകാൻ കാരണം? അന്നത്തെ സാഹചര്യത്തിൽ ശരിയായിട്ട് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയായിരുന്നു നമ്മുടെ മേഖല. ആ ഒരു സാഹചര്യത്തിൽ മറ്റ് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകാനുള്ള ഒരു തടസ്സം വന്നു. അപ്പോൾ നമ്മുടെ കൂടപ്പിറപ്പുകളൊക്കെ നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് ഇറങ്ങി. അച്ഛനും അമ്മയും സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി ആ ജോലിയാണ് നമ്മുടെ പ്രധാന. എത്ര ഏക്കർ സ്ഥലമുണ്ട് കൃഷി ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത് എനിക്ക് എൻ്റെ പേരിലുള്ള സ്ഥലം കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു ഏക്കർ സ്ഥലമേ ഉള്ളൂ. പക്ഷേ ഞാൻ വേറെ സ്ഥലം ലീസിനും ഒക്കെ ആയിട്ട് എടുത്ത് ഒരു 3-4 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരു 2.5 ഏക്കർ ഇപ്പോൾ എടുത്ത് ഇളംചെടി അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒരു 5-6 ഏക്കർ സ്ഥലം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. കാർഷിക പ്രവർത്തനങ്ങളിൽ ചെറുപ്പം മുതൽ ഏർപ്പെട്ട് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അന്നൊക്കെ എന്ത് കൃഷിയായിരുന്നു പ്രധാനമായിട്ട് ഈ മേഖലയിലുണ്ടായിരുന്നു? അന്ന് നമുക്ക് പ്രധാനമായിട്ടുള്ള നെൽകൃഷിയും കൊടിയുമായിരുന്നു. അതുപോലെ തന്നെ കാപ്പി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് നെൽകൃഷിയൊക്കെ ചെലവ് കൂടുതലും വരുമാനം കുറവ് എന്നുള്ള രീതിയിലേക്കൊക്കെ ആളുകൾ അത് മൊത്തം മാറ്റിയിട്ട് നമ്മുടെ പാടശേഖരങ്ങളിലൊക്കെ ഏലം കൃഷി ചെയ്യുകയും ഷെയ്ഡ് കിട്ടാനുള്ള മരങ്ങളിൽ കൂടെ കൊടിയിട്ടിട്ട് ഏലവും കൊടിയൊക്കെ ആയിട്ട് മാറി. ഇപ്പം നെൽകൃഷി ചെയ്യുന്ന അപൂർവം മാത്രമേ ഉള്ളൂ, ചില മേഖലകളിൽ മാത്രമേ ഉള്ളൂ. അന്നത്തെ ഈ കുരുമുളകും അതുപോലെ നെല്ലുമെല്ലാം നഷ്ടം അല്ലെങ്കിൽ വരുമാനക്കുറവ് വന്നു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ മറ്റ് ഏലം പോലെയുള്ള കൃഷികളിലേക്ക് പിന്നീട് മാറിയത്, അല്ലേ? അതെ. നെൽകൃഷിയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമുക്ക് ആ ജോലി ചെയ്യുന്നതനുസരിച്ച് ജോലി ചെയ്യാൻ ആളുകൾ കൂട്ടുന്നതിൻ്റെ ആ ഒരു പൈസ കൂടുതൽ കൊടുക്കണം. മുടക്ക് കൂടുതലും എന്നാൽ വരുമാനം കുറവുമാണ്. ഇപ്പോഴും ചില ആളുകൾ എന്നാലും ആ ഒരു നെൽകൃഷി വിട്ട് കളയാൻ മനസ്സ് തോന്നിക്കാത്ത പഴയ ആളുകൾ, മുതിർന്ന ആളുകൾ അതിപ്പോഴും നഷ്ടമാണെങ്കിൽ തന്നെ കൊണ്ട് കിടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. പക്ഷേ അല്ലാതെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ വർത്തമാനകാലത്തിൽ യുവ കർഷകരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അത്യാവശ്യം കൃഷിയുടെ മേന്മയൊന്നും നോക്കാറില്ല. ലാഭം കിട്ടുന്ന എന്താണോ അതിലേക്ക് തിരിയാറാണ് പതിവ്. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അവരെല്ലാം വിദേശങ്ങളിലേക്ക് അധികം സമ്പത്ത് കിട്ടുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കാവുന്ന മേഖലകളിലേക്ക്, ബിസിനസ് മേഖലകളിലേക്കും മറ്റു ജോലികളിലേക്കൊക്കെ വിദേശങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നത്. ഏലം കൃഷി ചെയ്യുന്നു പറഞ്ഞല്ലോ, അത് പ്രധാനമായിട്ട് ഏതിനും ഏലമാണ് കൃഷി? ഇത് ഞർലാനിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കൃഷി. അതുകൂടാതെ തിരുതാളി ഉണ്ട്, കുറച്ചെങ്കിലും തിരുതാളി കൃഷിയുണ്ട്. പാലക്കുടി എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അതുകൂടാതെ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ നയംബോൾഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഈ കല്ലുപാലത്തിൽ ജെയ്സൺ എന്ന് പറഞ്ഞ ഒരാൾ വികസിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതുണ്ട്, അതും കൃഷി ചെയ്ത് വെച്ച് വരുമാനത്തിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം അത് കുഴപ്പമില്ല. പിന്നെ ഏലരാജൻ, അങ്ങനെ പല ഇതിലുണ്ട്. നമുക്കിപ്പം കൂടുതൽ കായ ഐറ്റം അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കൂടുതൽ കിട്ടുന്നതനുസരിച്ച് അതിൽ കൂടുതൽ അളവ് കിട്ടുന്ന ഏതോ നോക്കി നമ്മളത് ചെയ്യുക. കൂടുതൽ ഞർലാനി തന്നെയാണ് കൃഷി ചെയ്തത്. ഞർലാനി തന്നെയാണ് കൂടുതൽ. ഞർലാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കായ എടുക്കാൻ പറ്റും. ലോങ് ലൈഫ് എന്ന് പറഞ്ഞ പോലെ കുറേ കൂടുതൽ നാൾ. പാലക്കുടിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 തവണ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർന്നു പോകും. ഈ ഞർലാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാലാവസ്ഥ അനുകൂലമായി കിട്ടുവാണെങ്കിൽ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. 7-8 തവണയെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ വരുമാനം എടുക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഞല്ലാനി കൃഷി ചെയ്ത് തുടങ്ങുന്ന കാലം മുതലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് ഈ ചിമ്പാണല്ലോ നമ്മൾ നടുന്നത്, അത് മുതലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ആദ്യത്തെ കാലത്തെ ഒരു 1.5 വർഷത്തെ പരിചരണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന്? 1.5 വർഷത്തെ പരിചരണം പോലെ ഇരിക്കും. നമുക്കത് 2-3 വർഷത്തിലേക്ക് നന്നായിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ഒരല്പം പോലും നമ്മൾ അനാസ്ഥ പാടില്ല. കർഷകരെ സംബന്ധിച്ചിടത്തോളം, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ജീവനോപാധിയായി
പല ആളുകളും സ്വീകരിക്കുന്ന മറ്റ് സംരംഭങ്ങളെയൊക്കെ വെച്ച് കർഷകരെ സംബന്ധിച്ചിടത്തോളം എന്നും ആദിയാണ്, ടെൻഷനാണ്. അവർക്ക് നമ്മുടെ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് ഒരാഴ്ച പോലും മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. മറ്റ് ആളുകൾ ജീവിതം ഉല്ലാസ യാത്രയൊക്കെ നടക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള കർഷകരൊക്കെ കൃഷിയിടങ്ങളിലാണ്. പക്ഷേ കാരണം നമ്മൾ ഇതിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഈ ഏലത്തിന് വരുന്ന രോഗങ്ങൾ അനവധിയാണ്. അത് കീടങ്ങളൊക്കെ ഈ മറ്റ് വിഷങ്ങളെയൊക്കെ അല്ലെങ്കിൽ മരുന്നുകളെയൊക്കെ അതിജീവിച്ച് ഈ കീടങ്ങളുടെ വളരെ വർധനയാണ് നമ്മുടെ മണ്ണിലുള്ളത്. ഒന്നല്ലെങ്കിൽ ഒന്ന് വേരുപുഴു, അല്ലെങ്കിൽ വേര് ചീച്ചൽ, വേരുപുഴു, അല്ലെങ്കിൽ ഫിസേറിയം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെയെല്ലാം നമ്മുടെ ഏലത്തിനെ ബാധിക്കുന്നത് കൊണ്ട് നമ്മൾ നിത്യേന ഒരു സന്ദർശകരായി ഏലത്തോട്ടത്തിൽ മാറേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഏലം ചെടി വെച്ചതിന് ശേഷം അതുപോലെ ചുവട്ടിൽ പൊതയൊക്കെ ഇട്ട് കൊടുത്ത് ചിമ്പ് വരുന്നതനുസരിച്ചുള്ള വളങ്ങൾ, മറ്റു വളങ്ങൾ ആദ്യം ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ചിമ്പ് ചെറുതായിട്ട് പൊടിച്ച് വരുമ്പോൾ ഫാക്ടറി ബസ് അല്പം തൂളി കൊടുക്കാറാണ് പതിവ്. അതിനുശേഷം നമുക്ക് വളങ്ങൾ വേണമെങ്കിൽ കലക്കി ചാണകം അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർത്ത് വേണമെങ്കിൽ 1 കിലോ രാസവളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് 200 ലിറ്ററിൽ നിന്ന് 1 കപ്പ് വേണമെങ്കിൽ ഊറ്റി കൊടുത്താൽ അതിൻ്റെ ഒരു വളർച്ച അവിടെ ഉണ്ടാവും. അതുകൂടാതെ ഇളംചെടിയെ സംബന്ധിച്ചിടത്തോളം 2 വർഷക്കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയായി പ്രതിഞ്ഞാൽ മാത്രമേ ഈ ചെടി ചിമ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. നിരന്തരം നമ്മൾ ഈ കള വരുന്നത് ചെത്തി ഈ ചെടിയുടെ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും വെച്ച് മൂടി കൊടുക്കണം. വേനൽ വരുമ്പോൾ അതുപോലെ പൊതയിടണം. അങ്ങനെയൊക്കെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഈ ചിമ്പുകൾ ഒരു 60 ചിമ്പിന് മേളിലോട്ടൊക്കെ കയറി വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്രോപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ മരുന്നുകളൊക്കെ എങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടത്? ഞാനൊക്കെ ആദ്യം കൃഷി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വർഷത്തിൽ 3 മരുന്നാണ് ഏകദേശം നമുക്ക് ചെയ്യേണ്ടി വരികയുള്ളൂ. അപ്പോൾ ആ സാഹചര്യം നോക്കി നമുക്ക് ചെയ്താൽ മതി. അന്ന് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥ നമുക്ക് പറയാൻ പറ്റുന്ന ഇന്ന മാസം നമുക്ക് വിള അവിടെ നടാം, ഇന്ന മാസം വെയിൽ വരും എന്നുള്ളത് നിശ്ചയിക്കാവുന്ന കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കാലാവസ്ഥ മാറി, അണുക്കളുടെ വർധനവ് വളരെ കുറഞ്ഞു വരുമായിരുന്നു. മഴയത്തെ അണുക്കളെല്ലാം നാശം വരും, ഇതുപോലെ അതിജീവിക്കുന്ന രോഗാണുക്കളില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ 3 പ്രാവശ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് 30 ദിവസത്തിൽ താഴെ മരുന്ന് ചെടിയിൽ അടിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ ജൈവ കീടനാശിനി രീതിയിലോട്ടൊക്കെ നമ്മുടെ മൊത്തത്തിൽ കാർഷിക രംഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള മരുന്നുകളൊന്നും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കീടാണുക്കൾ നശിക്കുന്ന ഒരവസ്ഥയില്ല. അപ്പോൾ പിന്നെ നമ്മൾ അത് തവണ കൂട്ടി കൊടുത്തുകൊണ്ട് അതിനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സംരക്ഷിച്ചു പോകുന്നത്. ഇനി നമ്മൾ ഈ വേനൽക്കാലത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് തണലൊക്കെ ക്രമീകരിക്കുന്നു, അതുപോലെ നനച്ചു കൊടുക്കേണ്ടിയൊക്കെ വരുമല്ലോ. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വെള്ളമുള്ള ആളുകളൊക്കെ തന്നെ ചുവട്ടിൽ പൊതയിട്ടിട്ട് നന കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഷെയ്ഡ് നെറ്റുകൾ നമ്മുടെ വിപണിയിൽ കിട്ടും. അപ്പോൾ ഷെയ്ഡ് നെറ്റ് നമ്മൾ വാങ്ങിച്ച് ഉച്ച കഴിഞ്ഞിട്ടുള്ള വെയിൽ നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് അടിക്കാത്ത രീതിയിൽ നമ്മളത് ആ വശം തിരിച്ച് കെട്ടി സംരക്ഷിക്കുകയാണ് പതിവ്. പിന്നെ വെള്ളം ഇല്ലാത്ത ആളുകൾ അതനുസരിച്ച് മണ്ണ് ഉണങ്ങുന്നതിന് മുൻപ് ആ മണ്ണിലുള്ള പണികൾ ചെയ്ത് പൊതയിട്ട് ആ ഈർപ്പം നിലനിൽക്കുന്ന രീതിയിലോട്ടുള്ള മണ്ണ് ഒക്കെ വിതറി എല്ലാം സംരക്ഷിച്ച് പോരാറുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ ഇടയ്ക്ക് നനച്ചു കൊടുക്കും. മിസ്റ്റ് ഇറിഗേഷൻ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 1.5 അല്ലെങ്കിൽ 2 വർഷം ആകുമ്പോൾ മുതൽ ആദായം ലഭിച്ചു തുടങ്ങുമല്ലോ ഏലത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ലഭിച്ചു തുടങ്ങിയത് നല്ല മികച്ച രീതിയിൽ ആദായത്തിലേക്ക് വരണമെങ്കിൽ എത്ര നാളുകൾ എടുക്കും? 3-ാം വർഷം. 2-ാം വർഷം നമുക്ക് ഒരു പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കൃഷി രീതി വെച്ച് ചെയ്യുമ്പോൾ 18 മാസം കഴിയുമ്പോഴത്തേക്കും ശരമടിച്ച് തുടങ്ങും. ആ കായ എടുത്ത് അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു രീതിയിലേക്ക് വരും. പണ്ടൊക്കെ നമ്മൾ ഈ 18 മാസമൊക്കെ ആകുമ്പോൾ ആദ്യം അടിക്കുന്ന ശരം മുഴുവൻ കണ്ടിച്ച് കളയാറാണ് പതിവ്. കണ്ടിച്ച് കളയുന്ന അന്ന് പറയുന്ന ഒരു കാരണം വെച്ചാൽ ഇത് കണ്ടിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ ചിമ്പെണ്ണം കൂടുതൽ കട്ടി ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ ആരും അത് ചെയ്യാറില്ല. കാരണം അവരുടെ അധ്വാനം കൊണ്ട് ഈ ചിമ്പ് ആവശ്യത്തിന് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ശരം ഉണ്ടാകുന്നതിൽ ആരും അങ്ങനെ കണ്ടിച്ച് കളയാറില്ല. അവരതെടുത്ത് അതിൻ്റെ മരുന്നടിക്കാനെങ്കിലും കിട്ടുന്നത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ 3-ാം വർഷം നമുക്ക് നന്നായിട്ട് തന്നെ ആ ഒരു വർഷം ശരിക്കും ശ്രമിച്ചാൽ ക്രോപ്പ് കിട്ടും. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് എല്ലാം പാഴ്പണിയായി പോവുകയും ചെയ്യും. തണലൊക്കെ ഒരുക്കി ക്രമീകരിച്ചു, അതുപോലെ നനയെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വിളവെടുക്കാനൊക്കെ നമുക്ക് ഇവിടുത്തെ തൊഴിലാളികൾ ലഭ്യമാണോ അതോ അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണോ? ഇവിടുത്തെ തൊഴിലാളികൾ വളരെ കുറവാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് ഒന്നിനും തികയുന്നില്ല. പക്ഷേ ഇപ്പം നമുക്ക് ജാർഖണ്ഡ്, മധ്യപ്രദേശ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് നമുക്ക് ഉപകരിക്കുന്നത്. അവരിപ്പോൾ എല്ലാവരും നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അത്യാവശ്യം സ്ഥലമുള്ള ആളുകൾ 1-2 ഫാമിലിയെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫാമിലികളെ നമ്മുടെ പണികൾക്കായി കൃത്യമായിട്ട് നിർത്തി അവരെ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ജോലി ചെയ്തു പോകുന്നത്. അല്ലാതെ നമുക്ക് ഇവിടുത്തെ ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല. മണ്ണ് പരിശോധന അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താറുണ്ടോ? ഉണ്ട്. മണ്ണ് പരിശോധന നടത്താറുണ്ട്. അപ്പോൾ കാരണം നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ കൃഷി പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ അധികം പ്രയത്നിക്കുമ്പോൾ മണ്ണിൽ വേണ്ട ഘടകങ്ങൾ നോക്കി അതിൽ കുറവുള്ളത് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഫലവത്തായിട്ടുള്ള കാര്യം. നമുക്ക് കുറേ വരുമാനം കൂടുതലെടുക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം ചിലവഴിച്ച് വളങ്ങളും മറ്റു വളങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്താൽ അടുത്ത വണ കിട്ടുമെന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ മഴ കുറേ അധികമായിട്ട് ഒരാഴ്ചയിലോ മഴ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെടി മുഴുവൻ അങ്ങനെ നശിച്ചു പോവുകയും
അല്ലെങ്കിൽ ഫിസേറിയം പോലുള്ള രോഗങ്ങൾ വന്നിട്ടൊക്കെ ചെടി പൂർണ്ണമായും നശിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കേണ്ടത് നമ്മൾ മണ്ണിൽ ഏതിനാണ് കുറവ്, വേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് അറിഞ്ഞ് കൃഷി നമ്മളത് ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുടക്ക് അല്പം കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട വരുമാനം എടുക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് അവർ കണ്ടുപിടിച്ചത്? പരിശോധിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ അവർ പറയുന്നില്ല. ചില സ്ഥലങ്ങളൊക്കെ യൂറിയയുടെ അളവ് അല്ലെങ്കിൽ പൊട്ടാഷിൻ്റെ അളവിലൊക്കെ കുറവ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അടുത്ത വളം ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഈ ഏലം കൃഷിയിൽ പൊതുവെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഒരു അഭിപ്രായം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റൂ. ഏലത്തിലെ വരുമാനത്തെ സംബന്ധിച്ചിടത്തോളം അതേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഇപ്പോൾ മഴ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറം അമിതമായിട്ടുള്ള മഴയാണ് നമുക്ക് കിട്ടുന്നത്. ഈ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഒരാഴ്ച പോലും വേണ്ട, ഒരു ദിവസം ഒരു ചെടിയിൽ ഒരു കായ അഴുകൽ കണ്ടാൽ 2 ദിവസം നമ്മളതിന് മരുന്ന് ചെയ്യാതെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ആ ഒരു പ്രദേശം മുഴുവൻ നശിച്ചിരിക്കും. നമ്മുടെ ആ 2-3 വർഷത്തെ അധ്വാനം മുഴുവൻ വെറുതെ ആയിപ്പോയിരിക്കും. എൻ്റെയൊക്കെ ഒരു അഭിപ്രായം, ഞാനൊരു സാധാരണ ചെറിയ കർഷകനാണ്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിരന്തരം നമ്മുടെ തോട്ടങ്ങളിലൂടെ സഞ്ചരിക്കുക, അതോടൊപ്പം തന്നെ പൊതു പ്രവർത്തനം കൂടിയിട്ടാണ് ഞാൻ ചെറിയ രീതിയിൽ എനിക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചെറിയ പ്രവർത്തനമൊക്കെ ആയിട്ട് നമ്മുടെ ആളുകളുടെ ഇടയ്ക്ക് ഇറങ്ങാറുണ്ട്. ആ ഒരു രീതിയിൽ നോക്കുമ്പോഴും സാമൂഹ്യപരമായിട്ട് നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ ആളുകളുമായിട്ടുള്ള സമ്പർക്കം പുലർത്തുക, കർഷകരായിട്ട് നമ്മുടെ ഇടങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ കൃഷിയിൽ എന്ത് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്നതാണെന്നുള്ളത് ഒരു അറിവിൽ ആരും അത്ര പൂർണ്ണരല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ മറ്റു കർഷകരെ കൊണ്ട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കാനിടയുണ്ടായാൽ അവർക്ക് പറ്റിയിട്ടുള്ള ദുരനുഭവങ്ങളെ നമ്മളെടുക്കുകയും നമ്മൾക്ക് പറ്റി നമ്മൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ഏറെക്കുറെ ഒന്ന് പരിഹരിക്കാൻ പറ്റും. അതോടൊപ്പം സാമൂഹ്യപരമായിട്ട് നമ്മുടെ ആളുകൾ തമ്മിലൊരു ബന്ധം കൂടെ നമുക്കുണ്ടാവും. ഇന്നത്തെ യുവതലമുറ ഈ നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അവരുടെ മേഖലകൾ തിരഞ്ഞെടുത്ത് പോവുകയും ചെയ്യുമ്പോൾ ഈ പഴയ മനുഷ്യരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഈ വർത്തമാനത്തിൽ ജീവിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആളുകളുമായിട്ടുള്ള ഒരു സൗഹൃദം വളരെ വലുതാണ്. ആ സൗഹൃദം ഈ കൃഷി മേഖലകളിലോട്ട് കടത്തിക്കൊണ്ട് വരാൻ പറ്റിയാൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ നമുക്കൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. വേനൽ കൂടി കഴിഞ്ഞാൽ ചിലപ്പം കുറെ ഉണങ്ങി നശിച്ചു പോകാം, മഴ കൂടി കഴിഞ്ഞാൽ അഴുകി നശിച്ചു പോകാം. അങ്ങനെ കർഷകന് ഒന്നും ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഒരു 5 ഏക്കർ തോട്ടം ഉണ്ടെങ്കിൽ അതിൽ വരുമാനം വരുമ്പോൾ ഞാൻ ഇന്നതങ്ങനെ ചെയ്താളാം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. വന്നതിന് ശേഷം എന്ത് ചെയ്യാമെന്ന് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടൊരു വില. ഈ ഏലം കർഷകരെ അല്ലെങ്കിൽ കുരുമുളക് കർഷകരെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു വില നിർത്താൻ വേണ്ടി ഭരണാധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അടിസ്ഥാനപരമായ ഒരു വില ഉണ്ടെങ്കിൽ നമുക്കത് പ്രതീക്ഷിക്കാം, കിട്ടിയാൽ ഇത്രയെങ്കിലും കിട്ടുന്നത്. ഇത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഈ സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് ലോബിയെ സംബന്ധിച്ച് അതിൽ ഒരു അറിവുമില്ല, ഒരു ഗ്രാഹ്യവുമില്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് നമ്മൾ ഈ എടുക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണക്കി വളരെ കഷ്ടപ്പെട്ട് ഉണക്കി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞിട്ട് 1500 അല്ലെങ്കിൽ 2000 രൂപ വില ഉണ്ടെങ്കിൽ അന്ന് കൊടുക്കുന്നതിൽ അന്ന് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിപണിയിലൊക്കെ സംസാരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വില കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് വെച്ച് കൊടുത്തിട്ട് സാധാരണ കർഷകർ 500 രൂപ 600 രൂപയ്ക്ക് എടുത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഏതാണ്ട് ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള സ്വർണ്ണമൊക്കെ പണയം വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടൊരു താങ്ങ് വില നമ്മുടെ ഈ ഇതുപോലുള്ള കൃഷികൾക്ക് നിശ്ചയിക്കാൻ നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ തയ്യാറാവണം. പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പ് എന്നുള്ളത്. കൃഷിയില്ലെങ്കിൽ നിലനിൽപ്പില്ല.
കൃഷിക്കാരാണ് ഈ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രയത്നിക്കുന്ന ആളുകൾ. പിന്നെ കൃഷിയിലെ ഉൽപ്പന്നങ്ങൾ പോയാണ് പല മേഖലകളിൽ വ്യാപാര രംഗത്തായാലും അവരെ നിലനിർത്തുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി നിലനിർത്തുന്ന കൃഷിക്കാരായതുകൊണ്ട് ഇതിനൊരു താങ്ങുവിലയൊക്കെ കൊടുത്ത് കൃഷിക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ സർക്കാരുകൾക്കുണ്ട്. അവരത് ഇനിയും വരും കാലങ്ങളിലായാലും അത് ചെയ്തില്ല എങ്കിൽ നമ്മുടെ യുവതലമുറ ഇവിടുന്ന് പലായനം ചെയ്തതുപോലെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഇവിടെ ഇരിക്കുന്ന മറ്റൊരാളുകളെ കാണേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഒരു വർഷം മിച്ചമായിട്ട് ഇപ്പോൾ എന്തായാലും ഈ ഏലത്തിന്റെ നമ്മൾ ഉണങ്ങിയെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കളർ ചേർക്കുന്ന പരിപാടി പൂർണ്ണമായിട്ട് നിർത്തലാക്കിയിട്ടുണ്ട് ഏകദേശം. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഈ ആഴ്ച ഏലം വിളവെടുക്കുകയാണെങ്കിൽ, അത് കാ പറിച്ചെടുക്കുകയാണെങ്കിൽ അതിന് ഒരു 20 ദിവസമെങ്കിലും മുമ്പ് മരുന്ന് തെളിക്കുക. ഈ മരുന്ന് തെളിച്ച് 20 ദിവസം കഴിഞ്ഞിട്ടെങ്കിലേ കായ എടുക്കാവുള്ളൂ. ആ രീതിക്കുള്ള ഒരു ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്നുള്ള ഒരു രീതിയിലേക്ക് പൊതുവെ ആളുകളെ എല്ലാം കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ്? അത് ചെയ്യണം. അത് നമ്മുടെ സ്പൈസസ് ബോർഡ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ അത് അങ്ങനെ ചെയ്യണം. നമ്മൾ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പച്ചക്കറി മറ്റ് സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളത് നോക്കാറുണ്ട്. അതിനകത്ത് എത്ര വിഷാംശം ഉണ്ടോ പേടിയാണ്. നമ്മൾ പിന്നെ മുന്തിരിയൊക്കെ വാങ്ങിയാൽ പോലും നമ്മൾ ഉപ്പിലിട്ട് കുറേ അല്പനേരം വെച്ചിട്ടൊക്കെ നമ്മൾ കഴിക്കാറുള്ളൂ. ഇതുപോലെ തന്നെ ഇതുമൊക്കെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയാലും നമ്മുടെ സഹോദരന്മാർ തന്നെയാണ് അത് ഭക്ഷിക്കുന്നത്. അത് കൊടുക്കുമ്പോൾ എനിക്കെത്ര ലാഭം കിട്ടിയെന്നുള്ളതല്ല, സുതാര്യമായിട്ട് ശരിക്കും നമ്മൾ നിഷ്കളങ്കമായി ഈ സാധനം അവർക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കർഷകർക്ക് ചെയ്യാൻ സാധിക്കും. അവർക്ക് അത് ഗുണകരം കൂടിയാണ്. വിളവെടുപ്പ് കഴിഞ്ഞ് ആ വിളവെടുത്ത് കഴിയുന്ന ഉടൻ തന്നെ അതിന്റെ പുറകെ ഈ മരുന്ന് നമ്മൾ സ്പ്രേ ചെയ്താൽ, എടുക്കുമ്പോൾ നമ്മൾ ഒടിക്കുന്ന തണ്ടിൽ നിന്ന് ആ ജലം വറ്റുന്നതിന് മുൻപ് നമുക്ക് സ്പ്രേ ചെയ്യാൻ സാധിച്ചാൽ ആ മരുന്ന് കൂടുതൽ ഫലവത്തായിട്ട് നമുക്ക് ചെടിയെ കിട്ടും. ഒന്നത്. രണ്ടാമത് നമുക്ക് ഈ വിഷാംശമുള്ള ഉൽപ്പന്നം നമ്മൾ മറ്റാളുകൾക്ക് കൊടുക്കണ്ട. അങ്ങനെ രണ്ട് തരത്തിൽ നോക്കിയാലും ഏറ്റവും കൂടുതൽ നമ്മൾ ആളുകൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. വിളവെടുത്ത് കഴിയുമ്പോൾ ഉടൻ തന്നെ മരുന്ന് സ്പ്രേ ചെയ്യാനുള്ള വിഷമായിട്ടുള്ള മരുന്നുകളെല്ലാം സ്പ്രേ ചെയ്യുക. ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് ചെയ്യാം. അതിനുശേഷം അപ്പം നമുക്ക് ഒരു ഇടവേള കിട്ടും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളെല്ലാം അറിയതിനു ശേഷം നമുക്ക് വിളവെടുത്ത് ആളുകൾക്ക് കൊടുക്കാം. എല്ലാണെങ്കിലും അങ്ങനെ വിഷവസ്തുക്കളൊക്കെ നമ്മൾ ആളുകൾക്ക് കൊടുത്ത് ദീർഘകാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഓരോ നാശങ്ങളും, ഓരോ വ്യക്തിക്കുണ്ടാകുന്ന നാശങ്ങളും നമ്മളെയും കൂടിയാണ് ബാധിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ യുവ കർഷകർക്കും എല്ലാ കർഷകർക്കും ഉണ്ടാവണം. നമ്മൾ കൊടുത്ത് നമ്മൾ നമ്മൾ പൈസ പോക്കറ്റിൽ വാങ്ങിച്ചാലും പോലും വിഷം കഴിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ദുരന്തം നമ്മളെയും കൂടെ ബാധിക്കുമെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം സമൂഹ ജീവി എന്നുള്ള നിലയിൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക എന്നതുപോലെ തന്നെ പല കളറുള്ള കീടനാശിനികൾ ലഭിക്കും. ഇപ്പോൾ പച്ച ഉണ്ട്, നീലയുണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ റെഡ് ഉണ്ട്. അതിൽ നമ്മൾ പരമാവധി പച്ച അല്ലെങ്കിൽ നീല മരുന്നുകൾ മാത്രം വാങ്ങി തളിക്കുന്നത് അല്ലേ കൂടുതൽ കർഷകർക്ക് ആദായം മാത്രം ലക്ഷ്യം വയ്ക്കാതെ കുറച്ചുകൂടി നമ്മൾ നമ്മുടെ മുമ്പോട്ടുള്ള പാതയിൽ വില കൂടുതൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ കായ പുറന്തള്ളപ്പെടാതിരിക്കാൻ ഇങ്ങനെ ഒരു രീതി കൂടി പിന്തുടരേണ്ടതല്ലേ കർഷകർ? തീർച്ചയായിട്ടും അത് ചെയ്യാനാണ്. അതിന് മുൻപ് നമ്മുടെ ഈ വിപണന രംഗത്ത് സ്പൈസസ് ബോർഡ് പോലെയുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ നല്ല ഇടപെടലുണ്ട്. ഇവരൊക്കെ കായയുടെ കളറും വലിപ്പവും മാത്രം പ്രതീക്ഷിക്കാതെ ഗുണമേന്മ പ്രതീക്ഷിക്കുന്ന രീതിയിലോട്ട് ആളുകളെ പ്രോത്സാഹിപ്പിച്ചാൽ ഈ സംഭവമൊക്കെ വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ വലിയ എസ്റ്റേറ്റുകളിലൊക്കെ 3-4 തവണ കീടനാശിനികൾ കൊടുത്ത് ആ കായ എത്രമാത്രം പുഷ്ടിപ്പെടുത്തി എടുക്കുന്നുവോ അവർ ചെല്ലുമ്പോൾ വ്യാപാരികൾ അവരുടെ പുറകെ പിന്നാലെ പോകും, അല്ലെങ്കിൽ ഓപ്ഷൻ സെന്റർ അവരുടെ പിന്നാലെ പോകും. അവരുടെ നമ്മളെ പോലുള്ള സാധാരണ കർഷകർ കൂടുതൽ മരുന്ന് കൊടുക്കാതെ ഗുണമേന്മയുള്ള ഏലക്ക സംരക്ഷിച്ച് ചെല്ലുമ്പോൾ നമ്മളെ കാണുമ്പോഴത്തേക്ക് അവർ ഓടി ഒളിക്കുക, ഇത് വേണ്ടെന്ന് ഇട്ട് തട്ടുകയാണ്. നമ്മളെ കൃഷി എന്തിനു ചെയ്തു എന്ന് തോന്നുന്ന രീതിയിലോട്ട് നമ്മൾ പോകും. അപ്പൊ അതിന് ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിഷാംശമുള്ള ഏലക്കായയിലോ വലിപ്പത്തിലോ അല്ല കാര്യം, ഗുണമേന്മയുള്ളതിലാണെന്നുള്ള കാര്യം ബോധവൽക്കരണത്തിൽ കൂടിയും നിയമം മൂലവും അത് വരുത്തിക്കൊണ്ട് ചെയ്താൽ ഒരു പക്ഷേ ആളുകൾ ഈ മരുന്നടി എന്നുള്ളത് 10-1 മാറ്റിക്കൊണ്ട് അല്പം ചൊറിയോ മറ്റോ വന്നാലും കുഴപ്പമില്ല, വിപണിയിൽ എനിക്ക് കിട്ടുന്നതിന് വില കിട്ടുമെന്ന് പറഞ്ഞാൽ ആളുകൾ അത് ഒഴിവാക്കും. ആരും ഇഷ്ടപ്പെട്ടിട്ടല്ല ഈ കീടനാശിനികൾ ഇതുപോലെ ഉപയോഗിക്കുന്നത്. നമുക്ക് ചിലവൊന്ന്, രണ്ടാമത് ഈ കീടനാശിനിയുടെ വില ഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല നമ്മൾ ഒരിക്കലും ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റു വിപണികളിൽ ഇതുപോലെ വരുന്ന കായയുടെ അടുത്ത് നമ്മുടെ കായ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പിന്തള്ളപ്പെട്ടു പോകും. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സംവിധാനം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ചെയ്തില്ല എങ്കിൽ ആളുകൾ ഇതുപോലെ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ 10 ചെടി ഉള്ളവനും ഇതുപോലെ കൊണ്ടുവന്ന് ഡെയിലി ചിലപ്പോൾ വിഷം തെളിച്ച് നല്ല ഏലക്ക എടുക്കാൻ നോക്കും, പക്ഷെ ഗുണമേന്മയുള്ളത് കിട്ടാനില്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ഒത്തിരി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ജൈവമായിട്ടുള്ള വളപ്രയോഗങ്ങളാണ് നമ്മൾ നടത്തുന്നത്. വെച്ചൂർ പശുക്കളെ കുറച്ച് വളർത്തുന്നുണ്ട്. അതിൻ്റെ ചാണകവും കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, അതുപോലെ തന്നെ ആ ഭൂമിയിലെ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് കൂടി ചേർത്ത് മിശ്രിതമുണ്ടാക്കി നമ്മളത് ഡൈല്യൂട്ട് ചെയ്താണ് നമ്മളിപ്പോൾ ഒഴിക്കാറുള്ളത്, തളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെടിക്ക് രോഗം കുറവുണ്ട്, അത് യാതൊരു സംശയം വേണ്ട. രാസവളങ്ങൾ ഉപയോഗിക്കുന്ന രോഗം കുറവുണ്ട്. എന്നാൽ ഫിസേറിയം പോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം അത്യാവശ്യം വരുന്നുമുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയാണത് വേരുപുഴൊക്കെ വരുന്നത്. എത്ര വെച്ചൂർ പശുക്കളെ വളർത്തുന്നു? 4 എണ്ണം ഉണ്ട് എനിക്ക്. എങ്ങനെയാണ് അതിന്റെ പരിചരണ രീതികൾ ഒക്കെ ഒന്ന് പറയാം?
വെച്ചൂർ പശു പരിചരണ രീതി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഒരു കെട്ട് പുല്ല് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആടിന് കൊടുക്കുന്ന തീറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ആ പശുവിനെ വളർത്താൻ സാധിക്കും. പിന്നെ അതിൽ പാല് വളരെ കുറവ് കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ നല്ല പാല് നമുക്ക് കഴിച്ച് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നല്ല പാല് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ചാണകം, അതിൻ്റെ കിട്ടുന്ന ചാണകം ധാരാളം മതി. ഇപ്പം 4 പശുക്കളുണ്ടെങ്കിൽ ഒരു 10 ഏക്കർ സ്ഥലത്ത് നമുക്ക് വളപ്രയോഗം നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിൻ്റെ മൂത്രം കളയരുത്. മൂത്രം നമ്മൾ പിടിക്കുന്നു. ചാണകം, മൂത്രം ഒരു ഏകദേശം നമ്മൾ ഒരു 200 ലിറ്ററിലോട്ട് ഒരു 10 ലിറ്റർ മൂത്രം, 10 കിലോ ചാണകം, അതുപോലെ തന്നെ ഒരു 4 കിലോ കടലപ്പിണ്ണാക്ക്, ഒരു 6 കിലോ വേപ്പിണ്ണാക്കൊക്കെ ഇട്ട് ഡൈലൂട്ട് ചെയ്ത് 200 ലിറ്ററിനകത്ത് അത് ഒരു പിടി മണ്ണും കൂടെ ഇട്ട് നമ്മൾ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ഒരു 7 ദിവസത്തിനകം ആ ഒരു 6 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളത് അതിൽ നിന്ന് ഒരു 10 ലിറ്റർ വേറെ 200 ലിറ്ററിലേക്ക് ഡൈലൂട്ടാണ് നമ്മൾ ഊറ്റുന്നത്. അപ്പോൾ വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ചിലവില്ല. അന്നന്ന് കിട്ടുന്നതാണ് നമ്മൾ ചാക്കിൽ കെട്ടി വെച്ചാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒത്തിരി ഗുണങ്ങളുണ്ട്. നമുക്ക് വെച്ചൂർ പശുക്കളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. നാടൻ പശുക്കളൊക്കെ പഠിച്ച ആളുകൾ എല്ലാവരും തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു 5 ഏക്കറൊക്കെ ഉള്ള ഒരു പ്ലാന്ററെ സംബന്ധിച്ചിടത്തോളം ഒരു 2 പശുക്കളെ വളർത്തിയാൽ അതിനകത്തുള്ള വളപ്രയോഗങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴും മറ്റെന്തെങ്കിലും ഘടകങ്ങൾ കുറവുള്ള ചേർത്താൽ മതി. ഈ വളങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ലോങ് ലൈഫായിട്ട് നമ്മുടെ ചെടിയെ സംരക്ഷിച്ച് പോകാൻ പറ്റും. അമിതമായിട്ടൊരു ഉൽപ്പാദനമല്ല എങ്കിൽ പോലും ഒരു 400-500 ഏക്കറിന് എന്നുള്ള രീതിയിലേക്കെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഈ കുരുമുളക് കൃഷിയിലേക്ക് വന്നാൽ ഈ കുരുമുളക് ഏലത്തിൻ്റെ ഒപ്പം ഇടകലർത്തിയാണോ കൃഷി ചെയ്തിരിക്കുന്നത് അതോ വേറെയാണോ? കുരുമുളക് ഇടകലർത്തി തന്നെയാണ്. ഇപ്പോൾ ഒരു ഇടവിള കൃഷി എന്ന് പറയാവുന്ന രീതിയിലാണ് നമ്മുടെ ഏലക്കാട്ടിലെ കുരുമുളക് എല്ലാവരും ഇപ്പോൾ കൊണ്ടുനടക്കുന്നത്. ഏലം പണ്ടത്തെ പോലെ നമ്മൾ ഒരു കൊടിത്തോട്ടം എന്ന് പറയാൻ ഒരു സ്ഥലത്തുമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിനിടയിൽ കൂടെ ഏലം 10 ഏലം വെച്ചിട്ട് എന്തെങ്കിലും വരുമാനം എടുക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. അതോടുകൂടിയിട്ട് മുരുക്കിൽ ഇട്ടിരിക്കുന്ന കൊടികൾ മുരുക്കെല്ലാം നാശം സംഭവിക്കുകയാണ് ഷെയ്ഡ് വരുന്നതോട് കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഏലക്കാട്ടിലുള്ള മരങ്ങളിൽ നമ്മൾ കൊടി നട്ടുപിടിപ്പിക്കും. റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് റീപ്ലാന്റ് ചെയ്യുന്നതിന് തലേ വർഷം നമ്മുടെ ഏലക്കാട്ടിലുള്ള മരങ്ങളിൽ കൊടി തല നടുകയാണെങ്കിൽ ആ റീപ്ലാന്റ് ചെയ്യുന്ന വർഷം കൊണ്ട് അത് ഒരാൾ പൊക്കത്തിലേക്ക് ഹൈറ്റിലേക്ക് കയറുകയും റീപ്ലാന്റ് വരുമാനം എടുക്കുന്ന സമയത്ത് നമുക്ക് കുരുമുളക് വരുമാനം എടുക്കാനും സാധിക്കും. കുരുമുളകിന് അതുപോലെ ഏലത്തിന് ഏകദേശം എത്ര രൂപ മിനിമം കിട്ടിക്കഴിഞ്ഞാൽ ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് അജയകുമാറിന്റെ ഒരു അഭിപ്രായം? ഏലത്തിനൊക്കെ ഒരു 1500 രൂപ 1500 രൂപ കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ, അത് മുടക്കൊക്കെ കഴിഞ്ഞിട്ട്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകളെ നമ്മളൊരു പണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം 1 മണി 1:30 അല്ലെങ്കിൽ 2 മണി അത്രയും സമയം നമുക്ക് പണിയാനുള്ളൂ. ഇപ്പോൾ ഏകദേശം 4-5 മണിക്കൂർ മാത്രമേ അവരുടെ സേവനം നമുക്ക് കിട്ടുകയുള്ളൂ. ഒരു 700 രൂപ 750 രൂപയും അതോടൊപ്പം തന്നെ അവർക്ക് നന്നായി തന്നെ ചെലവ് കൊടുക്കുകയും ചെയ്യണം. കുരുമുളകിന് ഇപ്പോൾ ഏകദേശം ഒരു വിലയൊക്കെ ഉണ്ട്. ആ വിലയൊക്കെ എങ്കിലും നിൽക്കണം. പക്ഷേ ഈ രോഗം വന്ന് കുരുമുളക് കൊടികൾ നശിക്കുന്നതാണ് കർഷകരെ സംബന്ധിച്ചുള്ള പ്രശ്നം. എന്തായാലും ഈ കാർഷിക രംഗത്ത് തന്നെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ഒരു സന്തോഷകരമായ അനുഭവമാണോ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും. കൃഷിഭവൻ അതുപോലെ KVK ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അതുപോലെ സ്പൈസസ് ബോർഡ്, അതുപോലെ സർക്കാർ തലത്തിൽ നിന്നൊക്കെയുള്ള സഹായങ്ങൾ കൃഷിക്ക് വേണ്ടിയിട്ടുള്ളത് ലഭിക്കുന്നുണ്ടോ? നമുക്ക് അങ്ങനെ കൂടുതൽ സഹായങ്ങൾ ലഭിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ കൃഷിഭവൻ അല്ലെങ്കിൽ മറ്റേ സ്പൈസസ് ബോർഡ് അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് നമുക്ക് ക്ലാസ്സുകളൊക്കെ തരാറുണ്ടെന്നുള്ളതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കൃഷിയെ സഹായിക്കുന്ന നിലപാടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്നുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നുണ്ട്. അത് വളരെ ഗുണകരമാണ്. 6000 രൂപയാണ് ഒരു വർഷം കിട്ടുന്നതെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഭാര്യ, 2 കുട്ടികൾ. എൻ്റെ മൂത്ത മകൻ വിവാഹം കഴിഞ്ഞ ഒരു കുഞ്ഞുവാവയുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം. ഭാര്യ ഗൃഹജോലിയാണ്. വീട്ടിൽ വെച്ചൂർ പശുക്കളുണ്ട്. അപ്പോൾ അതിന് വേണ്ട തീറ്റം കാര്യങ്ങളൊക്കെ കൊടുത്ത് പുള്ളിക്കാരത്തെയാണ് നോക്കുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. ശാന്തമ്പാറ പഞ്ചായത്തിലെ പള്ളിക്കുന്ന് ഭാഗത്തെ ഒരു യുവ കർഷകനായ അജയകുമാർ KD കണിശ്ശേരിയിലാണ് ഇത്രയും നേരം തൻ്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കുന്ന് പ്രദേശത്തെ യുവ കർഷകനായ ശ്രീ KD അജയകുമാറുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പയാത്ര ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെത്തി. SBI നെടുങ്കണ്ടം ശാഖ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്തിലെ മികച്ച സംരംഭകയായ ശ്യാമള വിശ്വനാഥൻ പങ്കെടുത്തു. PMEGPയുടെയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെയും ഗുണഭോക്താവാണ് സംരംഭകയായ ശ്യാമള വിശ്വനാഥൻ. മേരി കഹാനി മേരി ജുബാനി പരിപാടിയിൽ തന്റെ വിജയകഥ ശ്യാമള വിശ്വനാഥൻ പങ്കുവച്ചു.
ഞാൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഒരു സംരംഭകയാണ്. ഇപ്പം വികസിത ഭാരത സങ്കല്പ യാത്രയുടെ ഭാഗമായിട്ട് പാമ്പാടുംപാറയിൽ SBIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതാണ് ഞാൻ. ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഞാനൊരു സംരംഭകയാകാൻ ആഗ്രഹിച്ചപ്പോൾ ലോണൊന്നും ഇല്ലാതെ ചെറിയ ഒരു കുടിൽ വ്യവസായം എന്നൊരു അച്ചാർ യൂണിറ്റ് ഞാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പം ഞാൻ നല്ലൊരു സംരംഭകയായി മാറിയതിൻ്റെ പിന്നിൽ എനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയത് നെടുങ്കണ്ടം SBI ശാഖയുടെ സഹായമാണ്. കാരണം ഒരു ലോണിനെ കുറിച്ചൊക്കെ ആലോചിച്ചൊരു സംരംഭം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തി. ബാങ്കുകാരൊന്നും PMEGPക്കും ഒന്നും ലോണൊന്നും തരത്തില്ല, അവരിട്ട് നമ്മൾ നടത്തത്തേ ഉള്ളൂ, കഷ്ടപ്പെടുത്തത്തേ ഉള്ളൂ എന്ന്. പക്ഷെ അതിനെയൊക്കെ മറിച്ച് ഞാൻ കാണുകയും ഞാൻ ബാങ്കിൽ പോയി സംസാരിക്കുകയും അന്നത്തെ ഫീൽഡ് ഓഫീസറായിരുന്ന പ്രിയപ്പെട്ട ഹൽദുൻ സാറ് എനിക്ക് പോസിറ്റീവ് എനർജി പകർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. കാരണം ഒരു ഫീൽഡ് ഓഫീസർ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിലും ആളുകളെ സഹായിക്കുന്നതിലും ഒരേപോലെ മനസ്സ് കാണിച്ച് എപ്പോൾ ചെന്നാലും പോസിറ്റീവായിട്ട് വെൽഡൺ ചേച്ചി എന്നും പറഞ്ഞ് എനിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും തന്ന് പ്രോജക്റ്റ് ഉണ്ടാക്കി ബാങ്കിലെ എല്ലാ ജീവനക്കാരും, ബാങ്ക് മാനേജരെ, മറ്റ് സ്റ്റാഫുകളും എല്ലാവരും വേണ്ട പ്രോത്സാഹനങ്ങളെല്ലാം തന്ന് എനിക്ക് PMEGPയുടെ ഒരു ലോണും തന്നു. ഇപ്പോൾ 2 വർഷം ആകുകയാണ് ലോണ് തന്നിട്ട്. ലോണിൻ്റെ സബ്സിഡിയൊക്കെ വന്ന് കിടക്കുകയാണ്. മാനദണ്ഡ പ്രകാരം 3 വർഷം കഴിഞ്ഞ് നമ്മുടെ ലോണിലേക്ക് സബ്സിഡി ആഡ് ചെയ്യത്തുള്ളൂ. എങ്കിൽ പോലും മാസം തോറും കുടിശ്ശിയില്ലാതെ നമുക്ക് അടച്ചു പോകാനുള്ള നല്ല രീതിയിൽ ബാങ്കിൻ്റെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആഗ്രഹപ്രകാരം ഒരു ചക്ക് വാങ്ങുക എന്നുള്ളതായിരുന്നു. വെളിച്ചെണ്ണ ആട്ടുന്നതിനുള്ള ചക്ക്, പിന്നെ ഫ്ലവർ മില്ല്, ഇതെല്ലാം ഈ ലോണിൽ കൂടി നമ്മൾ ഉണ്ടാക്കി. അതിനുള്ള അച്ചാർ യൂണിറ്റുകൾ, ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു കോഫി ബാർ, എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് നല്ലൊരു വരുമാനം. ഇപ്പോൾ ഒരു 6 ജീവനക്കാരുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നല്ല രീതിയിൽ പോകാനുള്ള ഒരു നല്ല പ്രചോദനം എനിക്ക് ബാങ്കിൽ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി, വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ ട്രാവൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഒരു വണ്ടി എടുക്കണമെന്നൊരു മോഹമായിട്ട് ചുമ്മാ ഞാൻ അഭിപ്രായം ചോദിക്കാനായിട്ട് കഴിഞ്ഞ മാർച്ചിൽ ബാങ്കിൽ ചെന്നതാണ്. അപ്പം അവരൊരാളെ തേടിക്കൊണ്ടിരിക്കുമായിരുന്നു സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായിട്ട്. അപ്പോഴാണ് ഞാൻ ആവശ്യപ്പെട്ട് ഇത് അങ്ങോട്ട് ചെന്നത്. വെറും 4 ദിവസം കൊണ്ട് എനിക്ക് മാർച്ച് 31 ലോൺ സാക്ഷനാക്കി പൈസ ആക്കി തന്ന് ഏപ്രിൽ 5 മുമ്പായിട്ട് വണ്ടിയും വരികയും ചെയ്തു. ആ വാഹനം നല്ല രീതിയിൽ ഓടുന്നു. അത് നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഓട്ടോ ഒക്കെ കുറവുള്ള സമയത്ത് ശകലമൊക്കെ പെൻഡിങ് വന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്. എന്തായാലും ബാങ്കുകൾ, നമ്മൾ ആളുകൾ എങ്ങനെ ബാങ്കിനെ സമീപിക്കുന്നു, എങ്ങനെ അവരുമായിട്ട് ടൈപ്പായി പോകാൻ ആഗ്രഹിക്കുന്നു, അതേപോലെ നിന്നാൽ ബാങ്ക് നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. भैया रे भैया, भैया रे भैया,